എൻ്റെ പേര് ജിത്തു, കോഴിക്കോട് ജില്ലയിലെ എളേറ്റുവട്ടോളിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി നട്ടലിന് പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചറി. അപ്പോൾ അരക്കി താഴേക്ക് സെൻസേഷനൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നമ്മളെ മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു സർജറി കഴിഞ്ഞ് അവിടെ തന്നെ PMRലായിരുന്നു. അവിടെ കഴിഞ്ഞ് ഒരു 10-22 ദിവസം ആ PMRൽ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ് ഇങ്ങനൊരു ഇതുള്ളത് അറിയുന്നത്, ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നു, പിന്നെ അപേക്ഷ കൊടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെയുള്ള മാഡം വീഡിയോ കോൾ വിളിച്ചു, സംസാരിച്ചു, എൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസത്തിന് മേലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടുന്ന് കോൾ വന്നു, അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അതുവരെ വീട്ടിൽ ഉള്ള സമയത്ത് എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എണീറ്റിരിക്കുക, പക്ഷേ വീൽ ചെയറിലേക്ക് മാറാനൊക്കെ 2 ആളെ സഹായം എന്തായാലും വേണ്ടി. ഇവിടെ വന്നതിന് ശേഷമാണ് വീൽ ചെയറിലേക്ക് മാറിയിരിക്കാനും ഇതിനൊക്കെ പറ്റിയത്. അതുപോലെ തന്നെ ബാലൻസിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരാൾ എണീറ്റിരുന്ന് പെട്ടെന്ന് അങ്ങോട്ടും അതായി കഴിഞ്ഞാൽ ബാക്കോട്ട് മാറി അല്ലെ സൈഡോട്ട്, അതിൻ്റെ പ്രശ്നം. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് ഇത് ബാലൻസിൻ്റെ ഒക്കെ റെഡിയായി കിട്ടിയത്. അത് ഇവിടെയുള്ള നല്ല ട്രെയിനേഴ്സ്, തെറാപ്പിസ്റ്റുകളായാലും അല്ലാതുള്ള സ്റ്റാഫുകളായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ടതൊക്കെ. അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് ഈ ബാലൻസിൻ്റെ കാര്യമായാലും എല്ലാം കൊണ്ടും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു 9:30 ഇതാകുമ്പോൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല സ്ട്രെങ്ത്തിനുള്ള, ഇനിയിപ്പോൾ അരക്കി താഴേക്ക് ഇതായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടിയത് കഴിക്കുകയാണ്. അപ്പോൾ അതിനുള്ള നല്ല ട്രെയിനിങ് ഉണ്ട് ജിമ്മിൽ. ആ വെയ്റ്റിൻ്റെ ഇതില്ലായാലും അല്ലാണ്ട് നമുക്ക് ബാക്ക് ബോണൊക്കെ ഒന്ന് സ്ട്രെങ്ത്ത് കിട്ടാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല ട്രെയിനിങ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫിസിയോതെറാപ്പീൻ്റെ ഇതാണ് വരുന്നത്, രണ്ടാമത്തെ ഇത് വരുന്നത്. അതിലും ഇങ്ങനെ തന്നെ ബാലൻസിൻ്റെ ഇത് വരുന്നുണ്ട്. അതെങ്ങനെ ഇരിക്കാനും സൈഡോട്ട് ഇരുന്ന് കുനിഞ്ഞെടുക്കാനുള്ളതും അതിൻ്റെ ബാലൻസ് എല്ലാം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് അടുത്തത് OT ഒക്കുപേഷണൽ തെറാപ്പി. ഇവിടെ അങ്ങനെ തന്നെയാണ്, നല്ല ബാലൻസിൻ്റെ ഇതൊക്കെ ചെയ്യാനും സൈഡ് ഇവിടെ നിന്നാണ് വീൽ ചെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും അവിടുന്ന് ബെഡിലേക്ക് ഇതാക്കുന്നതും ഇതൊക്കെ ഇവിടെ നിന്നാണ് ചെയ്ത്. ഇവിടെ വെച്ചാൽ നല്ലൊരു ഇതാണ്, പിന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും ഇവർ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് അങ്ങനെ നമ്മളൊന്ന് വീക്കായി എന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഉണ്ടാവും. അതൊരു 1/2 മണിക്കൂർ കൗൺസിലിംഗ് ഉണ്ടാവും. അതിൽ കാര്യങ്ങൾ നമുക്ക് എന്താണോ മനസ്സിന് എന്തിട്ടാണ് വേദന അല്ലെങ്കിൽ സങ്കടം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഡം നന്നായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ പഴയ ഇതിലേക്ക് വീണ്ടും ആക്കിത്തരും. പിന്നെ ഇവിടെ വെച്ചാൽ നല്ല ഇതാണ്, എല്ലാവരും ഫ്രണ്ട്ലിയാണ്, സപ്പോർട്ടാണ്. എന്ത് കാര്യം എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ വന്ന് പറഞ്ഞുതരും. അത് ഡോക്ടറായാലും നേഴ്സായാലും ഇവിടെയുള്ള ബാക്കി മൊത്തമുള്ള സ്റ്റാഫുകളായാലും ഇവിടെ പറ്റി കിടക്കുന്നൊരു അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. ഒരു ചുമലിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ പറ്റി കിടക്കുകയാണെങ്കിൽ വേറൊരു ബന്ധവും ഇല്ലാത്ത ഇതുപോലെ. പക്ഷെ ഇവിടെ എല്ലാവരുമായിട്ട് നമുക്ക് ആ പഴയ ഒരു സന്തോഷം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അത് പുറത്തേക്ക് പോകുന്ന കാര്യത്തിലായാലും ഇവിടുന്ന് എല്ലാ ആഴ്ചയും ആഴ്ചയല്ല മാസത്തിൽ ഒരു ദിവസം പുറത്ത് കൊണ്ടുപോകും. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 20-22 ദിവസമായിട്ടുള്ളൂ. ജനുവരി 15-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്നത്. ആ 15-ാം തീയതി തൊട്ടിട്ടാണ് ഈ ഒരു 20-22 ദിവസം കൊണ്ടേക്ക് നല്ല മാറ്റം ഉണ്ട്. ഇവിടെയുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ബാലൻസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഷിഫ്റ്റ് ചെയ്യാനും റെഡിയായി കിട്ടുക. സ്വന്തക്ക് ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും, എൻ്റെ കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെ വേറൊരിത് തിരുവമ്പാടി ഈ 15-ാം തീയതി തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിങ്ങനെ പറ്റിക്കിടക്കുന്ന കുറേ പേഷ്യൻസിന് നല്ലൊരു ആശ്വാസമായിരിക്കും. ഇങ്ങനെ പറ്റി ചിലവർക്ക് പിന്നെ ഈ ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. 100 ആൾക്ക് ഒരേ സമയം പിന്നെ അഡ്മിറ്റായിട്ട് ഫിസിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് അവിടെ തുടങ്ങുന്നതെന്നാണ്. അപ്പോൾ അത് നല്ലൊരു മുന്നോട്ടുള്ള നല്ലൊരു ഇതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.